നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ തന്നെ അറിയപ്പെടുന്ന സൂപ്പർ താരമാണ് അല്ലു അർജുൻ. വില്ലന്മാരെയും പോലീസിനെയും ഉൾപ്പെടെ നിലയ്ക്ക് നിർത്തുന്ന സൂപ്പർ നടൻ. ആ നടൻ രാഷ്ട്രീയത്തിൽ കാലെടുത്ത് വെച്ചപ്പോഴേ ചുവട് പിഴച്ചു. ആന്ധ്രയിൽ YSRCP സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനെതിരെ കേസെടുത്തു. വരണാധികാരിയുടെ അനുമതിയില്ലാതെ ആളെ കൂട്ടിയതിനാണ് ഈ നദിയാൻ പോലീസ് കേസെടുത്തത്. ആളുകളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി എന്നും നടൻ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്നും FIRലുണ്ട്. സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസിൽദാരുടെ പരാതിയിലാണ് നടപടി. അല്ലു അർജുന്റെ സുഹൃത്തായ YSRCP സ്ഥാനാർത്ഥി ശിൽപ രവി ചന്ദ്ര റെഡ്ഡിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അല്ലു അർജുനെ കാണാൻ നൂറുകണക്കിന് പേരാണ് തടിച്ചുകൂടിയത്. അതേസമയം കോൺഗ്രസ് YSR വിരുദ്ധരാണ് എന്നുള്ള പ്രതിച്ഛായ മായ്ച്ചു കളയാൻ ശ്രമം നടത്തി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കട്ടപ്പ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി YS ഷർമിളയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തിയ രാഹുൽ ഗാന്ധി YS രാജശേഖര റെഡ്ഡിയുടെ സമാധി സ്ഥലവും സന്ദർശിച്ചിരുന്നു. മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി കൂടിയായ YSR രാജശേഖര റെഡ്ഡി തന്റെ പിതാവ് രാജീവ് ഗാന്ധിയുടെ അടുത്ത സുഹൃത്തായിരുന്നുവെന്നും പിതാവിന്റെ മരണത്തിന് ശേഷം താൻ YSRന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചിരുന്നതായും രാഹുൽ ഗാന്ധി പറയുന്നു. YSRന്റെ ആശയങ്ങളും അദ്ദേഹം നിലകൊണ്ട മൂല്യങ്ങളും നിലനിർത്താൻ കട്ടപ്പയിൽ നിന്ന് ഷർമിളയെ വിജയിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസും വ്യത്യസ്ത ചേരിയിൽ നിന്നാണ് മത്സരിക്കുന്നത്. തന്റെ പിതാവായ രാജശേഖര റെഡ്ഡിയെ കോൺഗ്രസ് വേട്ടയാടി എന്ന ആരോപണം മകൻ YSR ജഗൻമോഹൻ റെഡ്ഡി കാലങ്ങളായി ഉയർത്തുന്ന പ്രധാന രാഷ്ട്രീയ ആയുധം കൂടിയാണ്. എന്നാൽ YSR രാജശേഖര റെഡ്ഡി എന്നും കോൺഗ്രസിനൊപ്പമായിരുന്നുവെന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്റെ പേരിൽ മകനുണ്ടാക്കിയ പാർട്ടിയെ തള്ളിപ്പറയുമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. മാറി മാറി വരുന്ന TDPയുടെയും YSR കോൺഗ്രസിന്റെയും ഭരണം സംസ്ഥാനത്തെ സാമൂഹിക അവസ്ഥ നശിപ്പിച്ചുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ആന്ധ്രയിലെ തിരിച്ചുവരവിന് YSRന്റെ ലെഗസിയെ ചേർത്തുപിടിക്കുകയാണ് കോൺഗ്രസ്. പ്രതാപകാലത്തേക്ക് തിരിച്ചു നടക്കണമെങ്കിൽ കോൺഗ്രസിന് YSRന്റെ ഓർമ്മകളും മകൾ ഷർമിളയുടെ കൈത്താങ്ങും അത്യാവശ്യമാണ്. YS രാജശേഖര റെഡ്ഡിയുടെ മകൾ ഷർമിളയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് വിട്ട YSR കോൺഗ്രസ് പിന്നീട് YSRTPയും രൂപീകരിക്കാൻ മുൻകൈയെടുത്ത ഷർമിള കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. നിലവിൽ ആന്ധ്രയിലെ PCC അധ്യക്ഷയായ ഷർമിള 25 ലോക്സഭാ സീറ്റുള്ള ആന്ധ്രയിൽ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കുന്തമുനയും ഷർമിള തന്നെയാണ്. ഷർമിള കോൺഗ്രസിന് വേണ്ടി രംഗത്ത് വന്നതോടുകൂടി സംസ്ഥാനത്തെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുടുംബ പോരാട്ടത്തിന്റെ വേദി കൂടിയായി മാറുകയാണ്. YSR റെഡ്ഡിയുടെ കുടുംബം രണ്ട് തട്ടിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടം. YSRന്റെ മകനായ YS ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് ആണ് ഒരു ഭാഗത്ത്. സഹോദരി YS ഷർമിളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇടതു പാർട്ടികളുമായി ചേർന്ന് മത്സരിക്കുന്നുണ്ട്. BJP, TDP, ജനസേന എന്നിവർ ചേരുന്ന NDA സഖ്യം മൂന്നാം ശക്തിയായി മാറിയിട്ടുമുണ്ട്. ഈ നിലയിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ത്രികോണ മത്സരത്തിനാണ് ആന്ധ്ര തയ്യാറെടുക്കുന്നത്.